السلام عليكم. Welcome to Jasin's Guide. أيها الأصدقاء، كيف حالكم؟ أظن أنكم جيدون. نعم الحمد لله. ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മൾ ഒരു ഒരു ഇന്റർവ്യൂ ആണ്, ഒരു മുക്കാബല ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അബ്ദുള്ള എന്നൊരു ഒരു പ്രായം ചെന്ന ഒരാള് ഒരു ഓട്ട മത്സരത്തിൽ വിജയിക്കുകയാണ്. അങ്ങനെ അവർക്ക് ചുറ്റും വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ഒക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ട് ഒരു മുക്കാബല നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ മുക്കാബലയുടെ അവസാന ഭാഗമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. അൽ മുറാസിൽ ما نشاطاتك للترفيه العقلي؟ عبد الله: نظرتي نحو الحياة نظرة إيجابية. أجد الراحة في قضاء أوقاتي مع الأقارب والأصدقاء، كما أجد المتعة في التعايش مع الطبيعة. المراسل: هل لديك أي وصية للجيل الجديد؟ عبد الله: نعم، الحفاظ على اللياقة البدنية والاهتمام بالغذاء الصحي والنشاط البدني والتعاون والتعايش. المراسل: شكرا لحسن تعاونك معنا وأطال الله عمرك. عبد الله: حياكم الله مع السلامة. المراسل എന്താണ്? അപ്പം മുറാസിലെ ചോദിക്കുകയാണ്, മാ നശാതാതുക ലിത്തർഫീഹിൽ ആഖിലി? മാനസിക വിനോദത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മാ നശാതാതുക എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്? ലിത്തർഫീഹിൽ ആഖിലി എന്ന് വെച്ചാല് നമ്മള് തെർഫീഹി മുമ്പ് മനസ്സിലായി. തെർഫീഹ് പറഞ്ഞാല് വിനോദം അല്ലെ. ഈ തെർഫീഹിൽ ആക്കലി പറഞ്ഞാല് മാനസിക വിനോദത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ മെന്റൽ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റി? മെന്റൽ എന്റർടൈൻമെന്റിന് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസുകളാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. നശാതാതുക പറഞ്ഞാല് എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസുകൾ? ലിത്തർഫീഹിൽ ആഖിലി മെന്റൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അബ്ദുള്ള എന്താ മറുപടി പറയുന്നത്? നളറത്തി നഹ്വൽ ഹയാത്തി നളറത്തുൻ ഈജാബിയ അജിദു റാഹ ഫി ഖളാഇ ഔഖാതി മഅൽ അഖാരിബി വൽ അസ്ദിഖായി എന്ന് വെച്ചാല് മൈ വ്യൂ ഓഫ് ലൈഫ് ഈസ് പോസിറ്റീവ്. എൻ്റെ വീക്ഷണത്തിൽ മൈ വ്യൂ ഓഫ് ലൈഫ് ഈസ് പോസിറ്റീവ്. ഐ ഫൈൻഡ് കംഫർട്ട് ഇൻ മൈ ടൈം വിത്ത് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ കൂടെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത് അല്ലേ. ഐ ഫൈൻഡ് കംഫർട്ട് ഇൻ മൈ ടൈം വിത്ത് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ എന്തൊക്കെയാ പറയുന്നത്? കമാ അജിദു അൽ മുതഅതു ഫി തആയിഷി മഅ തബിയത്തി. കമാ അജിദു അൽ മുതഅത്ത് ഞാൻ അതുപോലെ ആശ്വാസം കണ്ടെത്തുന്നു, ആനന്ദം കണ്ടെത്തുന്നു. മുതഅത്ത് പറഞ്ഞാല് ആനന്ദം കണ്ടെത്തുന്നത് എങ്ങനെയൊക്കെയാണ്? ഫി തആയിഷി സഹവർത്തിത്വം. തആയിഷ് പറഞ്ഞാല് സഹവർത്തിത്വം. അത്തസാഹുബ് അല്ലെ, സഹവർത്തിത്വം. തആയിഷിന്റെ മീനിങ് ആണ് അത്തസാഹുബ് എന്ന് വെച്ചാൽ മാ തൊബിയത്തി പ്രകൃതിയുമായിട്ടുള്ള എൻ്റെ സഹവർത്തിത്വം അതിലും ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്നാണ്. പ്രകൃതിയുമായുള്ള സഹവർത്തിത്വത്തിലും ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ആൻഡ് ആൾസോ ഐ ഫൈൻഡ് പ്ലഷർ ഇൻ കോഎക്സിസ്റ്റിംഗ് വിത്ത് നാച്ചർ. കോഎക്സിസ്റ്റിംഗ് എന്നാണ് തആയിഷിനെ പറയാ. സഹവർത്തിത്വം എന്ന് പറഞ്ഞാല് കോഎക്സിസ്റ്റിംഗ് എന്നാണ്. അപ്പൊ പ്ലഷർ തആയിഷ് പറഞ്ഞാൽ അൽ മുതഅത്ത് എന്ന് പറഞ്ഞാൽ പ്ലഷർ, ആനന്ദം അല്ലെ. അപ്പോ ആൾസോ ഐ ഫൈൻഡ് പ്ലഷർ ഇൻ കോഎക്സിസ്റ്റിംഗ് വിത്ത് നാച്ചർ. പ്രകൃതിയുമായി സഹവർത്തിത്വം അതുപോലെ തന്നെ ഒരു ആനന്ദം കണ്ടെത്തുന്ന മറ്റൊരു സംഭവമാണ്. അങ്ങനെ മുറാസിൽ ചോദിക്കുകയാണ്, റിപ്പോർട്ട് ഹൽ ലദൈക അയ്യു വസിയത്തിൽ ലിൽ ജീൽ ജദീദ് എന്ന് ഒരു ചോദ്യം ചോദിക്കുക. നല്ലൊരു ചോദ്യമാണ് അല്ലെ. എന്താണ് ചോദിക്കുന്നത്? ഹൽ ലദൈക നിങ്ങളുടെ അടുക്കലുണ്ടോ അയ്യു വസിയത്ത് എന്തെങ്കിലും ഒരു അഡ്വൈസ്, ഒരു ഉപദേശം നൽകാനുണ്ടോ? ലിൽ ജീലിൽ ജദീദ് പുതിയ തലമുറയോട്, ന്യൂ ജനറേഷനോട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് നൽകാനുണ്ടോ? ഡു യു ഹാവ് എനി അഡ്വൈസ് ഫോർ ദി ന്യൂ ജനറേഷൻ എന്നാണ് ചോദിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ അബ്ദുള്ള എന്താ പറയുന്നത്? അബ്ദുള്ള നാം അൽ ഹിഫാദു അലൽ ലിയാഖത്തിൽ ബദനിയ വൽ ഇഹ്തിമാമു ബിൽ ഗദായി
ബിൽഗദാഇ സിഹി വന്നശാത്തിൽ ബദനി വതആവുനു വതആയിഷു. എന്താണ് അദ്ദേഹം പറയുന്നത്? നാം ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, എന്തൊക്കെയാണ്? അൽ ഹിഫാദു അലൽ ലിയാഖത്തിൽ ബദനിയ, ശാരീരിക ക്ഷമത നിലനിർത്തുക എന്നാണ് പറയുന്നത്. അൽ ഹിഫാദു സംരക്ഷിക്കുക, അലൽ ലിയാഖത്തിൽ ബദനിയ പറഞ്ഞാല് ശാരീരിക ക്ഷമത, ലിയാഖത്ത് പറഞ്ഞാല് ക്ഷമത, ബദനിയ ശാരീരിക ക്ഷമത നിലനിർത്തുക. അതുപോലെ വൽ ഇഹ്തിമാമു ബിൽ ഗിദാഇ സിഹി, ഒരു ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, അതിൽ പ്രാധാന്യം നൽകുക. ഇഹ്തിമാം പറഞ്ഞാല് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുക. ബിൽ ഗിദാഇ ഭക്ഷണം, ഫുഡ്, എന്ത് സിഹിയെ ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിൽ ഇമ്പോർട്ടൻസ് നൽകുക, പ്രാധാന്യം നൽകുക. പിന്നെ വനശാത്തിൽ ബദനി, ശാരീരിക ആക്ടിവിറ്റീസുകൾ, എക്സസൈസുകൾ, അതുപോലെ കളിക്കാൻ പോവുക, അതുപോലെയുള്ള സംഭവങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വനശാത്തിൽ ബദനി പറഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസുകൾ. അതുപോലെ താവുനു വതആയിഷു, അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എന്തുകൂടി വേണം? താവുന്, സഹകരണം, എല്ലാവരോടും പരസ്പരം സഹകരിച്ച് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുക. തായുഷ് പറഞ്ഞാല് സഹവർത്തിത്വം, അല്ലെ, എന്നിവയിലൊക്കെ ശ്രദ്ധ ചെലുത്താനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ശാരീരിക ക്ഷമത നിലനിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, ശാരീരിക പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുക, അതുപോലെ എല്ലാവരോടും നല്ല സഹകരണത്തിലും സഹവർത്തിത്വത്തിലും ഒക്കെ നിലകൊള്ളുക എന്നിവയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? യെസ്, മെയിൻറ്റെയിനിങ് ഫിസിക്കൽ ഫിറ്റ്നസ്, ടേക്കിംഗ് കെയർ ഓഫ് ഹെൽത്തി ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റി, കോപ്പറേഷൻ ആൻഡ് കോഎക്സിസ്റ്റൻസ്. കോഎക്സിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സഹവർത്തിത്വം, അല്ലെ, എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തസാഹബ് അൽ മുറാസിൽ ശുക്രൻ ലിഹുസ്നി താവുനിക മഅനാ വഅതലല്ലാഹു ഉംറക. എന്താണ് അങ്ങനെ അവസാനമായിട്ട് റിപ്പോർട്ടർ സംസാരിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ വിത്ത് അസ് എന്നാണ് പറയുന്നത്. ശുക്രൻ, താങ്ക് യു, ലിഹുസ്നി താവുനിക മഅനാ, ഞങ്ങളോട് നിങ്ങൾ സഹകരിച്ചതിന് താങ്ക്സ് പറയാണ്, അല്ലെ. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ വിത്ത് അസ്, മഅനാ പറഞ്ഞാല് വിത്ത് അസ്. അത്താലല്ലാഹു ഉംറക, അത്താലല്ലാഹു ഉംറക പറഞ്ഞാല് ആൻഡ് മേ ഗോഡ് പ്രൊലോങ് യുവർ ലൈഫ്, നിങ്ങൾക്ക് ദൈവം ആയുസ് വർദ്ധിപ്പിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്നാണ് പറയുന്നത്. നല്ല പ്രായമായ ഒരാളോടാണ് അല്ലെ ഇന്റർവ്യൂ നടക്കുന്നത്. അപ്പൊ അവര് ഇപ്പോഴും നല്ല ആക്റ്റീവാണ്, അല്ലെ. അതുകൊണ്ട് അവരോട് പറയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്താലല്ലാഹു ഉംറക ആൻഡ് മേ ഗോഡ് പ്രൊലോങ് യുവർ ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പൊ അബ്ദുള്ള ഹയാക്കുമുള്ള, വെൽക്കം എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം പറയാണ്, അല്ലെ. ഹയാക്കുമുള്ള, എന്നിട്ട് എന്താ പറയുന്നത്? മാസലാമ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ബൈ എന്ന് പറയാം. അസ്സലാമ എന്ന് പറയുന്നത് ഗുഡ് ബൈ എന്നാണ്, അല്ലെ. വെൽക്കം, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അബ്ദുള്ള നമ്മുടെ ഈ മുഖാബല അവസാനിക്കുകയാണ്, അല്ലെ. അങ്ങനെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹയാക്കുമുള്ള എന്നൊക്കെ പറഞ്ഞ് അവരോട് എല്ലാ കാര്യങ്ങൾക്കും താങ്ക്സും വെൽക്കം ഒക്കെ പറഞ്ഞ് മാസലാമ, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവര് ഇന്റർവ്യൂ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നുറാജിഉൽ മുഖാബല വനഖ്താറുൽ കലിമാത്ത് തഹ്ദീബിയ. നുറാജിഉൽ മുഖാബല, നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് വീണ്ടും നമ്മളെ പാഠഭാഗത്തിലേക്കൊന്ന് പോകാം. വനഖ്താറുൽ കലിമാത്ത് തഹ്ദീബിയ, ഇതിൽ കുറെ കലിമാത്ത് തഹ്ദീബിയ ഉപചാര വാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, അല്ലെ. ഇപ്പൊ നമ്മൾ അവസാനമായിട്ട് തന്നെ പറഞ്ഞ ഒരു ഉപചാര വാക്ക് എന്തായിരുന്നു? ശുക്രൻ ലിഹുസ്നി താവുനിക മഅന എന്നുള്ളതൊരു ഉപചാര വാക്കാണ്, അല്ലെ. അതുപോലെ അതാലല്ലാഹു ഉംറക, അതും ഒരു ഉപചാര വാക്കുമാണ്. ഒരാളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന് നിങ്ങൾക്ക് താങ്ക്സ് ഒക്കെ പറയുന്നു. അതുപോലെ നിങ്ങളുടെ ദീർഘായുസ്, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. പിന്നെ അതുപോലെ ഹയാക്കുമുള്ള, മാസലാമ, ഗുഡ് ബൈ എന്നൊക്കെ പറയുന്നത് ഉപചാര വാക്കുകളാണ്, അല്ലെ. അതുപോലെ പിന്നെ ഏതൊക്കെയാണ് ഉപചാര വാക്കുകൾ നമ്മുടെ ചാപ്റ്ററിൽ വന്നിട്ടുള്ളത്? അൽഹംദുലില്ലാ, അനഫി ഗായത്തി സുറൂർ, അതൊക്കെ ഉപചാര വാക്കുകളല്ലേ. നുഖദ്ദിമു അജ്മല തഹാനി അല ഇൻജാസക്കി എന്ന് പറയുന്നുണ്ട്, അതൊക്കെ ഒരു ഉപചാര വാക്കാണ്, അല്ലെ.
പിന്നെ അതുപോലെ മിൻ ഫളിക എന്ന് നമ്മൾ ഒരു ചോദ്യത്തിന് മുമ്പ് ചോദിക്കുന്നത് ഒരു ഉപചാര വാക്കാണ്. ക്യാൻ യു പ്ലീസ് ദയവായി എന്നൊക്കെ ചോദിക്കുന്നത് മിൻ ഫളിക എന്നുള്ളത് ഉപചാര വാക്കാണ്. അതുപോലെ വേറെന്തൊക്കെയാണ് മാഷാ അല്ലാ എന്ന് പറയുന്നത് ല്ലേ. പിന്നെ അങ്ങനെ നമ്മുടെ മിൻ ഫളിക എന്നൊക്കെ അങ്ങനെ ഒരുപാട് നമ്മുടെ ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി അവിടെ ഫില്ല് ചെയ്യണം കേട്ടോ. ആ ഭാഗം ആക്ടിവിറ്റി ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നീട് വരുന്നത് എന്താണ്? റിയാലാത്തു. 48ാമത്തെ പേജിലോട്ട് നോക്കൂ. റിയാലാത്ത് പറഞ്ഞാൽ സ്പോർട്സ്. എന്തൊക്കെ താഴെ ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു മോഡലാണ് തന്നത് കേട്ടോ. ഈ 48ാമത്തെ പേജിലൊരു മിസാലാണ്, ഉദാഹരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ റിയാലാത്ത് പറഞ്ഞാൽ സ്പോർട്സ്. അപ്പൊ ഏതൊക്കെ സ്പോർട്സ് ഐറ്റംസ്? ഈ സൈക്ലിങ്ങിന് എന്താണ് പറയാ നമ്മള് സ്പോർട്സിൽ? റുക്കൂബ് ദറാജ. റുക്കൂബ് ദറാജ എന്ന് പറഞ്ഞാല് ബൈക്ക് റൈഡിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈക്ക് റൈഡിങ് റുക്കൂബ് ദറാജ ബൈക്ക് റൈഡിങ്. പിന്നെ അതുപോലെ ഒരു കമ്പിന്റെ ഒരു സ്റ്റിക്കിന്റെ മേലെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് ചാടുന്ന ഈ ഒരു സ്പോർട്സ് ഐറ്റം, അതിനെന്ത് പേര്? അൽ ഖഫ്സു ബിൽ ആസ എന്നാണ് പറയുന്നത്. അൽ ഖഫ്സു ബിൽ ആസ, സ്റ്റിക്ക് ജമ്പിങ് എന്നാണ് പറയുന്നത്. സ്റ്റിക്ക് ജമ്പിങ്. പിന്നെ അതുപോലെ മൂന്നാമത്തേത് എന്താ കാണുന്നത്? മാറസൂൺ എന്ന് പറഞ്ഞാൽ മാരത്തൺ അല്ലെ. ഒരുപാട് പേരുകൾ ഒരുമിച്ച് നിന്ന് കൂട്ടത്തോടെ ഓടുന്ന ഒരു കായിക പ്രോഗ്രാമാണ് മാറത്തൺ. നിങ്ങൾ പങ്കെടുത്തവരുണ്ടായിരിക്കും. ഈ പല നാടുകളിലും പല ഗ്രാമങ്ങളിലൊക്കെ ഈ ഒരു സംഭവം ഒരു ഫ്ലാഷ് മോബ് പോലെ പല ഇടങ്ങളിലും ഇത് നടക്കുന്നുണ്ട് അല്ലെ. ഈ മാരത്തൺ എന്ന ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓടുന്ന ഒരു കായിക പ്രോഗ്രാമാണ് മാരത്തൺ എന്നുള്ളത്. അത് അറബിയിൽ എന്താ പറയാ? മാറസൂൺ എന്നാണ്. പിന്നെ ഇനി 49ാമത്തെ പേജിലോട്ട് നോക്കൂ. ഇനിയുള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതാനുള്ള ആക്ടിവിറ്റിയാണ്. 49ാമത്തെ പേജിലോട്ട് നോക്കൂ. എന്തൊക്കെയാണ് കാണുന്നത്? ഇതൊക്കെ നിങ്ങൾ പരിശീലിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്ക് പോലുള്ള സംഭവം എറിയുന്നതിന് എന്താ പറയാ? ഡിസ്കസ് ത്രോ എന്ന് പറയും അല്ലെ. ഡിസ്കസ് ത്രോ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താ പറയാ? റമൽ കെറസ്. നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്താം കേട്ടോ. എന്റെ വോയിസ് കേൾക്കണമെന്നില്ല, നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്തുകയാണ് വേണ്ടത്. ഏതായാലും ഞാനൊരു മോഡൽ പറയാം. റമൽ കെറസ് പറഞ്ഞാല് ഡിസ്കസ് ത്രോ എന്ന് പറയാം. പിന്നെ അതുപോലെ ഒരു ത്രോ ദി ഹാമർ എന്ന് പറയും. നമ്മള് ഒരു ഷോർട്ട് പുട്ട് പോലുള്ള സംഭവത്തിൽ ഇങ്ങനെ ഒരു ചങ്ങലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വീശി എറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിനെന്താ പറയാ? റമൽ മുത്തിരിക്ക എന്നാണ് പറയാ. ത്രോ ദി ഹാമർ. അതൊക്കെ നിങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതാണ്. പിന്നെ അതുപോലെ സ്വിമ്മിങ് എന്ന് വെച്ചാല് നീന്തലാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അതിനെന്താ പറയാ? സ്വിമ്മിങ്ങിന് അത് നിങ്ങൾ കണ്ടെത്തില്ലേ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സ്വിമ്മിങ്ങിന് എന്താ പറയാന്ന്. സിബാഹ അല്ലേ. പിന്നെ അതുപോലെ 50ാമത്തെ പേജിലോട്ട് നോക്കൂ. ഷോർട്ട് പുട്ടാണ് അല്ലെ. ഷോർട്ട് പുട്ട് എറിയുന്നതിന് റമൽ ജില്ലത്ത് എന്നാണ് ഷോർട്ട് പുട്ടിന് പറയാ. അതുപോലെ ഒരു ഒരു കുന്തം എറിയുന്ന മോഡൽ ഉണ്ട്, അതിനെന്താ പറയാ? ജാവലിംഗ് ത്രോ എന്ന് പറയും അല്ലെ. ജാവലിംഗ് ത്രോ എന്ന് വെച്ചാല് റമർ റൊംഹ എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ അങ്ങനെ ഒരു ഓടുന്ന ഒരു സംഭവമാണ്. ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ ഇങ്ങനെ ഉണ്ടെന്നിട്ട് അതിന്റെ മേൽക്കൂടെ ഓടിച്ചാടുക എന്ന് പറയും. ഓടിയിട്ട് പിന്നെ ചാടുക, പിന്നെ ഓടുക, ചാടുക, അങ്ങനെ ഈ പോകുന്ന ഈ സംഭവത്തിന് എന്താ പറയാ? അത് നിങ്ങൾ എന്തായാലും കണ്ടെത്തണം. ഇത് ഞാൻ പറയുന്നില്ല. ഹർഡിൽസ് അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ എന്താണ് ഇതിന് പറയാ? ഈ ഓട്ടത്തിന്, ഈ ഒരു മത്സരത്തിന്, ഈ ഒരു ഓട്ട മത്സരത്തിന് എന്താണ് നിങ്ങൾ പറയാ എന്ന് നിങ്ങൾ കമന്റ്സിൽ പറയണം കേട്ടോ. സിബാക്കുൽ ഹവാജിസ് എന്ന് പറയാം. അപ്പോ ഇത് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷിൽ ഇതിനെ കുറിച്ച് പറയാ എന്ന് നിങ്ങളൊന്ന് പറയണം. ഇനി 51ാമത്തെ പേജിലോട്ട് നോക്കൂ. നുമാരിസുൽ ഖത്ത. നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് പരിശീലിക്കാനൊരു മോഡൽ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കണം കേട്ടോ. തവാലു ഉറൂസൽ ഇൽമി എന്താണ് പറയുന്നത്? തവാലു പറഞ്ഞാൽ വിനയം എന്നുള്ളത് അറിവിന്റെ മണവാട്ടിയാണെന്നാണ് പറയുന്നത്. ഹ്യൂമിലിറ്റി ഈസ് ദ
ബ്രൈഡ് ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് എഴുതി നോക്കണം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലഖിയ സ്വദീഖാനി ഫിൽ മസാരി വഹുമ യുഷാരിഖാനി ഫി ഒളിമ്പിയാൽ ഖറിയ നതഖയ്യലു വനുഇദ്ദു അൽ ഹിവാറ ബൈനഹുമ. ലഖിയ സ്വദീഖാനി, രണ്ട് കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഫിൽ മസാറി, ട്രാക്കിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആ സ്റ്റേഡിയത്തിലെ ട്രാക്കിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. വഹുമ, അവർ രണ്ടുപേരും യുഷാരിഖാനി ഫിൽ ഒളിമ്പിയാൽ ഖറിയ, ഈ ഒളിമ്പിയ വില്ലേജ് എന്ന ഈ പരിപാടിയിൽ, ഈ കായിക പ്രോഗ്രാമിൽ അവർ യുഷാരിഖാൻ, അവർ രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നതഖയ്യലു വനുഇദ്ദു അൽ ഹിവാറ ബൈനഹുമ. നതഖയ്യൽ നമുക്ക് ഭാവനയിൽ കാണാം, വനുഇദ്ദു എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം, അൽ ഹിവാറ ബൈനഹുമ അവർ രണ്ടുപേരും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാനൊരു മോഡൽ കാണിക്കാം, അതിലോട്ടൊന്ന് ശ്രദ്ധിക്കൂ. രാജു, രാമു ഇവർ രണ്ടുപേരുമാണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ രാജു തുടങ്ങുകയാണ്, അഹ്ലം അഹ്ലൻ, വെൽക്കം എന്ന് പറയാണ്. മതാ വസൽത്ത, അവർ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുകയാണ്, നീ എപ്പോൾ വന്നു? മതാ വസൽത്ത, നീ എപ്പോൾ എത്തി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാമു എന്താ പറയുന്നത്? അഹ്ലൻ വസഹലൻ, തിരിച്ചു സ്വാഗതം പറഞ്ഞിട്ട്, വസൽത്ത അൽ ആൻ, വസൽത്തു ഞാൻ വന്നു, അൽ ആൻ ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്ന് പറയാണ്. വസൽത്തു അൽ ആൻ ഞാൻ ഇപ്പോൾ എത്തി. അപ്പോൾ രാമു, ഹാദാ യൗമുൻ ജമീലുൻ, ഇന്ന് നല്ലൊരു ഭംഗിയുള്ളൊരു ദിവസം അല്ലേ, ഇന്ന് ബ്യൂട്ടിഫുൾ ഡേ ആണ് അല്ലേ, ഹാദാ യൗമുൻ ജമീലുൻ എന്ന് പറയാണ്. അപ്പോൾ രാമു എന്താ പറയുന്നത്? നാം, ശരിയാണ്, നാം യൗമു സുറൂറി ഫീ ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലുള്ളവർക്ക് ഇന്നൊരു സന്തോഷ ദിനമാണ് അല്ലേ. യൗമു സുറൂർ എന്നാൽ ഒരു സന്തോഷ ദിനമാണ്. ഫീ ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികൾക്ക് ഇന്നൊരു സന്തോഷ ദിനമാണ്. അപ്പോൾ രാജു, ഹലറൽ ജമീഉ മുബക്കിറൻ, എല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഹലറൽ ജമീഉ, എല്ലാവരും എത്തിയിട്ടുണ്ട്. മുബക്കിറൻ, നേരത്തെ തന്നെ എല്ലാവരും പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാമു എന്താ പറയുന്നത്? അജീബൻ ജിദ്ദൻ, ശരിയാണ്, നല്ല അത്ഭുതമാണ് അല്ലേ. അജീബുൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതം. ഖദ് ഹലറു അർരിജാലു വന്നിസാഉ വശുയൂഖു വൽ അത്ഫാലു. എന്നിട്ട് എന്താണ് രാമു പറയുന്നത്? ഖദ് ഹലറ റിജാലു, പുരുഷന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ വന്നിസാഉ, സ്ത്രീകൾ വന്നിട്ടുണ്ട്. വശുയൂഖു, വയസ്സായവരും പ്രായം ചെന്നവരൊക്കെ വന്നിട്ടുണ്ട്. വല്ലാത്തുഫാലു, അതുപോലെ കുട്ടികൾ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാജു പറയാണ്, തുഷാരിക ഫിൽ മുസാബഖത്തി എന്ന് ചോദിക്കുകയാണ്. തുഷാരിക, നീ പങ്കെടുക്കുന്നുണ്ടോ? ഫിൽ മുസാബഖത്തി, നീ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാമു എന്താ പറയുന്നത്? ഉരീദു അൻ തുഷാരിക ഫി മാറസൂൺ, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ തുഷാരിക പങ്കെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഫി മാറസൂൺ, മാറസൂൺ എന്ന് പറഞ്ഞാൽ മാരത്തൺ എന്ന പ്രോഗ്രാം നിങ്ങൾക്കറിയാം. ഒരുപാട് പേര് കൂട്ടത്തോടെ ഓടുന്ന ആ ഒരു പ്രോഗ്രാമിലെ കായിക പ്രോഗ്രാമാണ്, ഒരു ഓട്ട മത്സരമാണ്. അപ്പോൾ രാമു എന്തിനാണ് പങ്കെടുക്കുന്നത്? ഉരീദു അൻ തുഷാരിക, ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഫി മാറസോൺ, മാരത്തണിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രാജു എന്താണ് പറയുന്നത്? അതമന്നീലക അന്നജാഹ അല്ലേ, അതമന്നാലക്ക, ഞാൻ ആഗ്രഹിക്കുന്നു, അന്നജാഹ നിനക്ക് വിജയമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ രാമു ശുക്രൻ, താങ്ക്സ് ഒക്കെ പറഞ്ഞ്, ഫി അയ്യ മുസാബഖത്തിൻ തുഷാരിക, എന്നിട്ട് തിരിച്ചു രാജുവിനോട് ചോദിക്കണം, നീ ഏത് പ്രോഗ്രാമിലാണ്, ഏത് മത്സരത്തിലാണ് തുഷാരിക നീ പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജു പറയാണ്, ഫി റുക്കൂബി ദറാജ, ഈ റുക്കൂബി ദറാജ ബൈക്ക് റൈഡിങ് അല്ലേ. റുക്കൂബ് ദറാജ എന്നാൽ സൈക്കിൾ ഓട്ടം, അതുപോലെ ബൈക്ക് റൈഡിങ്, അതിനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ ബൈക്ക് റൈഡിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാമു, അയ്വാ ഹൽ തുമാരി സഹ കുല്ലയോമി, നീ എല്ലാ ദിവസവും ഇത് പരിശീലിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹൽ ഉണ്ടോ, തുമാരി സഹാറ നീ അത് പരിശീലിക്കാറുണ്ടോ, കുല്ലയോമി എല്ലാ ദിവസവും നീ അത് പരിശീലിക്കാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ രാജു, നാം ശരിയാ ഉണ്ട്, തമാറസോ മുന്തു സനവാത്തിൻ, ഞാൻ അത് പരിശീലിക്കുന്നു, മുന്തു സനവാത്തിൻ വർഷങ്ങളായിട്ട് ഞാനത് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. മുന്തു സനവാത്തിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ രാമു, അഹ്സൻത വെരി ഗുഡ് എന്ന് പറയാണ്, നല്ലത്.
അന്ത ഫായിസു ഹുന, അപ്പൊ നീയാണ് ഇന്നത്തെ വിജയി എന്ന് പറയും. അന്ത നീയാണ്, അൽ ഫായിസു ഹുന ഇവിടുത്തെ വിജയി അല്ലെ, ബൈക്ക് റൈഡിങ്ങില് നീയാണ് വിജയി എന്ന് പറയാണ്. അപ്പൊ രാജു ജാൽ ബലാഗു ബി ബിദായത്തിൽ മുസാബഖ, എന്താണ് പറയുന്നത്? ദായനി അർഹ്, എന്താണ് രാജു പറയുന്നത്? എന്താണ് ജാ അൽ ബലാഗു, അനൗൺസ്മെന്റ് വന്നു. ജാ വന്നു, അൽ ബലാഗ് പറഞ്ഞാല് അനൗൺസ്മെന്റ് വന്നു. ബി ബിദായത്തിൽ മുസാബക്ക, മത്സരം തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് വന്നു. ദായിനി അറുഹ്, എന്നെ ഉപേക്ഷിക്കൂ, ഞാൻ പോകട്ടെ എന്ന് പറയാണ്. മത്സരം തുടങ്ങാനുള്ള അനൗൺസ്മെന്റ് വന്നു. ദായിനി അറുഹ്, എന്നെ പോകാൻ അനുവദിക്കൂ, ഞാൻ പോകട്ടെ എന്ന് പറയാണ് കേട്ടോ രാജു. അപ്പൊ രാമു എന്താ പറയുന്നത്? തൊബാൻ, ശരി. ഇലൈക്ക മിന്നി അതീബ് തഹാനി, അപ്പോ എന്നിട്ട് എന്താണ് പറയുന്നത് രാമു? ഇലൈക്ക മിന്നി അതീബ് തഹാനി, നമ്മള് ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയില്ല, അതീബ് തഹാനി പറഞ്ഞാല് ബെസ്റ്റ് വിഷസ്, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയില്ല, അതുപോലെ പറയാണ്. നിന്നിലേക്ക് എന്ത് അതീബ് തഹാമി, ബെസ്റ്റ് വിഷസ്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവര് പിരിയാണ്. അപ്പൊ ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതും ചുരുക്കിയും നിങ്ങൾക്ക് ഒരു ഹിവാറ് തയ്യാറാക്കാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. 52ാമത്തെ പേജിലോട്ട് നോക്കൂ. തുക്കാമു ഹഫ്ലത്തുൽ ഖിതാമി ലി ഒളിമ്പിയ അൽ ഖറിയ ഫിൽ ഇസ്താദി നുഇദു ബലാഗൻ അനിൽ ഹഫ്ലത്തി. തുക്കാമു ഹഫ്ലത്തുൽ ഖിതാമി, ഒരു ക്ലോസിംഗ് പാർട്ടി നടക്കുന്നു. തുക്കാമു പറഞ്ഞാൽ സംഘടിപ്പിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഹഫ്ലത്തുൽ ഖിതാമി, ക്ലോസിംഗ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു അവസാനം അവരുടെ ആ കോമ്പറ്റീഷൻ, മുസാബക്ക അല്ലെ, ഒരു സ്പോർട്സ് പ്രോഗ്രാമിന്റെ അവസാന ഭാഗം, ക്ലോസിംഗ് പാർട്ടി നടക്കുകയാണ്. ഒളിമ്പിയ അൽ ഖറിയ, ഒളിമ്പിക് വില്ലേജിലെ ഫിൽ ഇസ്താദി, സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. നോയിദു ബലാഗൻ അനിൽ ഹഫ്ലത്തി, അപ്പൊ നമ്മൾ ഈ പാർട്ടിയിൽ, ഈ പ്രോഗ്രാമിലേക്കുള്ള ഒരു അനൗൺസ്മെന്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു ഉദാഹരണം അതിൽ കാണാം. മിസാൽ, യുർജ അൽ ഹലൂറു അമാമൽ മിനസ്സത്തി ബിസുറാത്തി. യുർജ അൽ ഹലൂറു, എല്ലാവരും പ്രസന്റ് ആവാൻ വേണ്ടിയിട്ട്. അമാമൽ മിനസ്സത്തി ബിസുറ, നമ്മുടെ സ്റ്റേജിന്റെ മുന്നിൽ എല്ലാവരും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അനൗൺസ്മെന്റ് തയ്യാറാക്കി നോക്കിയാലോ? അപ്പൊ ഞാനൊരു മോഡൽ കാണിക്കാം, അതുപോലെ കുറച്ച് പോയിന്റ്സുകൾ കാണിക്കാം, അതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കാം. تبدأ حفلة الختام في استاد بالساعة 5. يقوم وزير الرياضة بافتتاح الحفلة ويوزع الأوسمة للناجحين. شجعوا الرياضيين بالتصفيق. അപ്പോൾ 3 പോയിന്റ്സുകൾ കണ്ടു അല്ലേ? ഒരു അനൗൺസ്മെന്റിന്റെ മോഡലുകൾ കാണാം. അപ്പൊ എന്താണ്? تبدأ حفلة الختام في استاد بالساعة 5. Closing ceremony start at the stadium at 5 PM. تبدأ حفلة الختام, ക്ലോസിംഗ് സെറമണി ആരംഭിക്കുകയാണ്. ഫി ഇസ്താദ്, സ്റ്റേഡിയത്തിൽ. ഇസ്താദ് പറഞ്ഞാൽ സ്റ്റേഡിയം, സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ്. ബിസാത്തിൽ ഖാമിസ, വൈകുന്നേരം 5 മണിക്ക് അല്ലേ? ക്ലോസിംഗ് സെറമണി സ്റ്റാർട്ട് അറ്റ് ദി സ്റ്റേഡിയം അറ്റ് 5 PM. അതുപോലെ അടുത്ത പോയിന്റ് നോക്കാം. യഖൂമു വസീറു റിയാദ ബിഫ്തിതാഹിൽ ഹഫ്ലതി വയുവസിഉൽ ഔസിമത ലിന്നാജിഹീന. യഖൂമു വസീറു റിയാദ, ദ മിനിസ്റ്റർ ഓഫ് സ്പോർട്സ് ഓപ്പൺസ് ദി സെറമണി. യഖൂമു വസീറു റിയാദ, സ്പോർട്സ് മന്ത്രി നിർവഹിക്കുന്നു. ബിഫ്തിതാഹിൽ ഹഫ്ലതി, ഇതിന്റെ ഓപ്പൺ, സ്പോർട്സ് ഈ സെറമണി ഓപ്പൺ ചെയ്യുന്നു, ആരംഭിക്കുന്നു. വയുവസിഉൽ ഔസിമത ലിന്നാജിഹീന, ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് മെഡൽസ് ടു ദി സക്സസ്ഫുൾ മെമ്പേഴ്സ്, പ്യൂപ്പിൾ എന്ന് പറയാം. ഇതിന്റെ വിജയികൾക്ക് മെഡലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു എന്ന് പറയാം അല്ലെ? തബ്ദഉൽ ഹഫ്ലത്തുൽ ഖിതാം ഫിൽ ഇസ്താദി ബിസാ. അതുപോലെ യഖൂമു വസീറു റിയാദ ബിഫ്തിതാഹിൽ ഹഫ്ലതി വയുവസിഉ അൽ ഔസിമത ലിന്നാജിഹീന, വിജയികൾക്ക് മെഡല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. യുവസിഉ പറഞ്ഞാല് വിതരണം ചെയ്യുന്നു. പിന്നെ ഷജ്ജഉ അരിയാലീന ബിത്തസ്ഫീഖ്, മറ്റൊരു അനൗൺസ്മെന്റിന്റെ ഒരു രൂപമാണ് കേട്ടോ. ഷജ്ജഉ
الرياضيين بالتصفيق. encourage the athletes with applause. എന്ന് വെച്ചാൽ ഷജ്ജാവ് പറഞ്ഞാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക റിയാലീന അത്ലറ്റ്സിനെ, സ്പോർട്സിലെ ഈ കളിക്കാരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക വിത്ത് തസ്ഫീക്ക്, കയ്യടി കൊണ്ട് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. കരഘോഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. എൻകറേജ് ദ അത്ലറ്റ്സ് വിത്ത് അപ്ലോസ് എന്ന് പറയാം. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ, 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ തീരുകയാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വോയിസുകൾ നന്നായിട്ട് കേൾക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി ഉടനെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.